ഫിയറ്റ് വാഹനങ്ങളുടെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് തന്നെ ടോപ്പ് നോച്ച് ആയിരുന്നു. ഈ വാഹനത്തിന്റെ ലുക്ക് മറ്റു വാഹനങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം എലഗന്റ് ആയിരുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട കാര്യം 10 ലക്ഷം രൂപയ്ക്കുള്ളിലായിരുന്നു ഈ വാഹനത്തിന്റെ സെയിൽസ് നടത്തിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് മൈലേജിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന ഇന്ത്യക്കാർ ഈ വാഹനത്തിന്റെ മൈലേജ് കുറവ് കാരണം വാങ്ങാതെയായി. 2019 കാലഘട്ടത്തിൽ BS6 വരുന്നത് കൊണ്ട് തന്നെ പുതിയ എഞ്ചിന് വേണ്ടിയിട്ട് അപ്ഗ്രേഡ് ചെയ്യാതെ എന്റെ ലൈനപ്പും സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് 9 ലക്ഷം രൂപയ്ക്ക് വരെ അബാട്ട് പുണ്ടോ സെയിൽ ചെയ്തിട്ടായിരുന്നു അവർ ഇന്ത്യ വിട്ടത്. ഫിയറ്റ് അന്ന് കൊണ്ടുവരാൻ ശ്രമിച്ച ആ മാറ്റത്തിന് ഇന്ത്യക്കാർ പിന്തുണ കൊടുത്തിരുന്നുവെങ്കിൽ അഫോർഡബിൾ സെഗ്മെന്റിൽ തന്നെ നിരവധി പെർഫോമൻസ് കാറുകൾ ഇന്ത്യയിലേക്ക് എത്തിയേനെ. ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാരുതി സുസുക്കി വാഗണാറിനെ നമ്മൾ ഇന്ന് 8 ലക്ഷം രൂപ കൊടുത്താണ് വാങ്ങുന്നത് എന്ന് ഓർക്കണം. ഇന്നും സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുമെങ്കിൽ ഒരു നഷ്ടവും ഇല്ലാതെ വാങ്ങാൻ സാധിക്കുന്ന ഒരു പെർഫോമൻസ് കാർ തന്നെയാണ് അബാട്ട് പുണ്ടോ. നിങ്ങളിൽ ആരെങ്കിലും ഇപ്പോഴും അബാട്ട് പുണ്ടോ യൂസ് ചെയ്യുന്നവരുണ്ടോ, അല്ലെങ്കിൽ അബാട്ട് പുണ്ടോ വാങ്ങണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ടോ? അങ്ങനെയുള്ളവർ ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ പറയുക.